ഗായ്സ്, വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. നമ്മളിന്ന് ഇവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുതിർത്തി വെച്ചിരിക്കുന്ന അരി 1/2 കപ്പ്. ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഗീ റൈസ് ഉണ്ടാക്കുന്ന ഏത് അരിയും നിങ്ങൾക്ക് എടുക്കാം. അരമുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, അരമുറി സവാള, കുറച്ച് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 2 എണ്ണം, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 സ്പൂൺ തൈര്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കോഴി, കുറച്ച് മല്ലിയില, 1 കപ്പ് മൈദ. ആദ്യം കോഴി മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. 2 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ടൈം നമുക്കിതിന് വേണ്ടിയുള്ള മാവ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയതും, രണ്ട് പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, അരമുറി സവാള, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് കുരുമുളക് പൊടിയും വലിയ ജീരകവും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. ഈ ഒരു പരുവത്തിലാണ് മാവ് റെഡിയാക്കേണ്ടത്. മല്ലിയില കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കോഴി ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇനി ഇത് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വിധത്തിൽ നമുക്കിതെല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.